തൃശൂർ നഗരത്തിൽ ആനയിടഞ്ഞു. ശിവൻ ലക്ഷ്മി അയ്യപ്പൻ എന്ന ആനയാണ് ഇടഞ്ഞത്. ടൗൺ ഹാളിന് മുന്നിലെ കാറും ഓട്ടോയും ഒക്കെ ആന തകർത്തിട്ടുണ്ട്. തൃശൂരാണ് ആന ഇടഞ്ഞിരിക്കുന്നത്. തൃശൂർ നഗരത്തിൽ ശിവൻ ലക്ഷ്മി അയ്യപ്പൻ എന്ന ആന ഇടഞ്ഞിരിക്കുന്നു. ടൗൺ ഹാളിന് മുന്നിലെ കാറും ഓട്ടോയും ഒക്കെ തകർത്തിരിക്കുകയാണ്. ദൃശ്യങ്ങളൊക്കെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ദൃശ്യങ്ങൾ ആനയെ ഇടഞ്ഞു നിൽക്കുകയാണ്. ആന ഇതുവരെയും ആനയെ തളയ്ക്കാൻ സാധിച്ചിട്ടില്ല. ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ആനയുടെ തുമ്പിക്കൈയിലും മസ്തകത്തിന്റെ ഭാഗത്തും മുറിഞ്ഞിരിക്കുന്നു. അതായത് ഈ വാഹനങ്ങളൊക്കെ തകർക്കുന്ന സമയത്ത് ആനയ്ക്ക് പരിക്കേറ്റതാണ്. തൃശൂർ നഗരത്തിലാണ് വീണ്ടും ആന ഇടഞ്ഞിരിക്കുന്നത്. ശിവലക്ഷ്മി അയ്യപ്പൻ എന്ന ആനയാണ് ഇടഞ്ഞിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. റോഡിലൂടെ ആന ഇങ്ങനെ നടന്നു പോവുകയാണ്. വലിയ രീതിയിൽ ആശങ്ക ഉണ്ടാക്കിയാണ് ജനങ്ങൾക്കിടയിൽ. ഇപ്പോൾ ആന ഇതുവരെയും തളയ്ക്കാൻ സാധിച്ചിട്ടില്ല. ആന ഇങ്ങനെ സ്വതന്ത്ര വിഹാരനായി നടക്കുകയാണ്. ശിവലക്ഷ്മി അയ്യപ്പൻ എന്ന ആനയാണ് ഇടഞ്ഞിരിക്കുന്നത്. ടൗൺ ഹാളിലെ മുന്നിലുള്ള കാറും ഓട്ടോയും ഒക്കെ തകർത്താണ് ആന ഇത്തരത്തിൽ ജനവാസ മേഖലയിലേക്ക് വലിയ രീതിയിൽ ഇങ്ങനെ ഇടഞ്ഞു നടക്കുകയാണ്. ഇതുവരെയും തളയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച്. ഇപ്പോൾ ദൃശ്യങ്ങളും ലഭ്യമായിട്ടുണ്ട്. ഇതിനു മുൻപും തൃശ്ശൂരിൽ ഇത്തരത്തിൽ ആന ഇടയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് മനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, എപ്പോഴായിരുന്നു ഈ ഒരു ആന ഇടഞ്ഞത്? വീണ്ടും കൂടുതൽ നാശനഷ്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? ആനയെ ഇപ്പോഴും തളയ്ക്കാനായിട്ടുണ്ടോ? വിവരങ്ങൾ എങ്ങനെയാണ്? കാർത്തു 9:15 ഈ ആന ഇടയുന്നത്. കൊല്ലത്തു നിന്നും തൃശ്ശൂരിലേക്ക് ഉത്സവത്തിനെത്തിച്ച ആനയാണ് ഇടഞ്ഞത്. ആനയുടെ പേര് ശിവൻ ലക്ഷ്മി അയ്യപ്പൻ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. എന്തായാലും ആന ചെമ്പൂക്കാവ് ടൗൺ ഹാളിന് മുന്നിൽ നിന്നാണ് ഇടഞ്ഞ് ചേറൂർ ഭാഗത്തേക്ക് ഓടിയത്. ഈ ഓട്ടത്തിനിടെ ആന കാറും ഓട്ടോറിക്ഷയും ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ തകർത്തു. ശേഷം ചേറൂർ ഗാന്ധിനഗറിലേക്കാണ് ആന ഓടിക്കേറിയത്. ഇത് ഒരു ജനവാസ മേഖല കൂടിയാണ്. ഈ മേഖലയിൽ ചെറിയ ചെറിയ വഴികളാണ്. ഈ വഴികളിലൂടെയൊക്കെ ഓടുമ്പോൾ മതിലുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആന തകർത്തു. അസറ്റോ ഷീറ്റുകൾ, വീടിന് മുന്നിലുള്ള ഷീറ്റുകൾ, ഇരുമ്പിന്റെ ഷീറ്റുകളെല്ലാം തകർത്തു. മറ്റു വാഹനങ്ങൾ, ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ ആന തട്ടിയിട്ടു. എന്തായാലും ആനയെ തളയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. ആന ഇപ്പോൾ നേരത്തേതിലും വിട്ട് അല്പം ശാന്തനായിട്ടുണ്ട്. ആന ഒരു പറമ്പിൽ നിൽക്കുകയാണ്. ആനയുടെ ആളുകളും അതുപോലെ തന്നെ എലിഫന്റ് സ്ക്വാഡും ജനപ്രതിനിധികളും ഉൾപ്പെടെ ഈ പ്രദേശത്തെത്തിയിട്ടുണ്ട്. ആളുകൾ വളരെ ഭയചിത്തരാണ്. കാരണം ജനവാസ മേഖലയാണ് ഈ ചേറൂരിലെ ഗാന്ധിനഗർ എന്ന് പറഞ്ഞ അടുത്തടുത്ത് വീടുകളുള്ള ഒരു ഏരിയയാണ്. ആ ഏരിയയിലേക്ക് ഇടവഴിയിലേക്കാണ് ആന ഓടിക്കേറിയത്. ആ വഴിയിലൂടെ ഓടി ഇപ്പോൾ ഒരു പറമ്പിൽ ഏകദേശം നിലയുറപ്പിച്ച മട്ടാണ്. എന്തായാലും പൂർണ്ണമായി ശാന്തനായി എന്ന് പറയാനാകില്ല. ആനയെ തളയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും പാപ്പാന്മാരും എലിഫന്റ് സ്ക്വാഡും ഉൾപ്പെടെ ചേർന്ന് നടത്തുകയാണ്. നമുക്കറിയാം, രാവിലെ 9:15 എന്ന് പറഞ്ഞാൽ നിറയെ തിരക്കുള്ള ഒരു സമയമായത്. ഈ സമയത്താണ് ആന തൃശ്ശൂർ നഗരത്തിലുള്ള ടൗൺ ഹാളിന് മുന്നിൽ നിന്നും ഓടുന്നത്. ഈ ഓട്ടത്തിനിടയിലാണ് ഈ ഓട്ടോറിക്ഷയും കാറും ഉൾപ്പെടെ ആന മറിച്ചിട്ടത്. മാത്രമല്ല, ഇവിടെ നിന്നും ഏകദേശം 2 കിലോമീറ്റർ അപ്പുറത്താണ് ഈ ചേറൂർ ഗാന്ധിനഗർ എന്ന് പറയുന്ന സ്ഥലം. അവിടെ വരെ ആന തൃശ്ശൂർ നഗരത്തിനുള്ളിലെ പ്രധാന വഴിയിലൂടെ തന്നെയാണ് ഓടിയത്. എന്തായാലും ആളുകൾക്കൊന്നും മറ്റ് പരിക്കുകളൊന്നുമില്ല എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഇതിൽ ആശ്വാസകരമായ കാര്യം. എന്തായാലും ആന ഇപ്പോൾ ഏറെക്കുറെ ശാന്തനായിട്ടുണ്ട്. പക്ഷേ ജനവാസ മേഖലയിലാണ് ആന ഇടയ്ക്കിടെ പ്രകോപിതനാവുന്ന ഒരു സ്വഭാവം കൂടി കാണിക്കുന്നുണ്ട്. എന്തായാലും ആനയെ തളയ്ക്കാനുള്ള ശ്രമങ്ങൾ പാപ്പാന്മാരും അതുപോലെ എലിഫന്റ് സ്ക്വാഡും ചേർന്ന് ഇപ്പോഴും നടത്തുകയാണ്. കാർത്തു, അനീഷ്, എന്തെങ്കിലും ഉത്സവത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നാണോ ഈ ആനയെ? ആരെങ്കിലും പ്രകോപിച്ചതാണോ ഇത്തരത്തിൽ ആന ഇടയാൻ കാരണം? എന്തെങ്കിലും വ്യക്തത ലഭിച്ചിട്ടുണ്ടോ? ആന ഇടയാനുള്ള കാരണത്തെ കുറിച്ച് യാതൊരു വ്യക്തതയുമില്ല. കാരണം കൊല്ലത്തു നിന്നും തൃശ്ശൂരിലേക്ക് ഉത്സവത്തിനായി എത്തിച്ച ആനയാണ് എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ആന ഇടയാനുള്ള കാരണം എന്താണെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും ഇറങ്ങി ഓടിയത്, അതായത് ഇടഞ്ഞ സ്ഥലം എന്ന് പറയുന്നത് തൃശ്ശൂർ നഗരത്തിനോട് ചേർന്നുള്ള ടൗൺ ഹാള് അതുപോലെ സാഹിത്യ അക്കാദമി ഒക്കെ ഇരിക്കുന്ന ആ ഒരു വലിയ തിരക്ക് പിടിച്ച ഒരു സ്ഥലത്തു നിന്നാണ് ആന ഇത്തരത്തിൽ ഇടഞ്ഞു ഓടുന്നത്. ഓടി ചെമ്പൂക്കാവ് വഴിക്ക് ഓടി ആന ചേറൂരെത്തി. ചേറൂര് ഗാന്ധിനഗർ എന്ന് പറയുന്ന ജനവാസ മേഖലയിലെ ആളുകൾ തിങ്ങി പാർക്കുന്ന ജനവാസ മേഖലയുള്ള ഗാന്ധിനഗറിൽ അതിനുള്ളിലേക്ക്, ആ വഴിയിലേക്ക് ഉള്ളിലേക്കാണ് ആന ഓടിക്കയറുന്നത്. ആ വഴിയിലൂടെ ഇടവഴിയിലൂടെ ഒക്കെ പോയി വീടുകളുടെ മതിലുകൾ തകർത്തു. വീടിന് മുന്നിലെ ഷീറ്റുകൾ തകർത്തു. ആ ദൃശ്യങ്ങളിലുണ്ട്. ആന വീടുകൾക്ക് മുന്നിലൂടെ ചെറിയ ഇടവഴിയിലൂടെ ഓടുന്ന ദൃശ്യങ്ങളൊക്കെ ആ ദൃശ്യങ്ങളിൽ കാണാം. എന്തായാലും ആ ഭാഗത്തുള്ള ആളുകളൊക്കെ പരിഭ്രാന്തരായി. എല്ലാവരും വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. വഴിയിലുള്ള ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ തകർത്തു. വീടിന്റെ മതിലുകൾ ഉൾപ്പെടെ തകർത്തു. ആനയുടെ പാപ്പാന്മാർ ആനയെ തളയ്ക്കാനുള്ള അതീവ ശ്രമത്തിലാണ്.
രീതിയിലാണ് കാലിൽ വടമിട്ട് കെട്ടി തളയ്ക്കാനുള്ള ഒരു നീക്കമൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ ആന അതിനിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് പ്രകോപിതനാവുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ഒരു പറമ്പിലാണ് നിൽക്കുന്നത് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. എന്തായാലും ആനയെ ഉടൻ തളയ്ക്കുമെന്നുള്ളൊരു കാര്യത്തിലാണ് എന്തായാലും അവിടുത്തെ പ്രദേശവാസികളും നാട്ടുകാരും ജനപ്രതിനിധികളും ഒക്കെ ഉള്ളത്. അതെന്തായാലും സാധ്യമാകട്ടെ, കൂടുതൽ അപകടങ്ങളിലേക്ക് പോകാതിരിക്കട്ടെ. നിലവിൽ ആളുകൾക്കൊന്നും പരിക്കില്ല എന്നുള്ള കാര്യം മാത്രമാണ് ആശ്വാസകരമായ കാര്യം. കാർത്തവും അനീഷ, ഈ ആനയുടെ ശരീരത്ത് മുറിവുകളൊക്കെ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിൽ ഇനിയും ഈ സമയം എടുക്കുകയാണെങ്കിൽ തളയ്ക്കാൻ അധികൃതർ എത്തി മയക്കുവെടി വെക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുമോ? തീർച്ചയായും ആനയെ ഉടൻ തളയ്ക്കാനായില്ലെങ്കിൽ ഒരു പക്ഷേ മയക്കുവെടി വെക്കേണ്ട സാഹചര്യത്തിലേക്കൊക്കെ കടക്കും. അതിന് ഡോക്ടർ ഉൾപ്പെടെ, വെറ്റിനറി ഡോക്ടർ ഉൾപ്പെടെ എത്തേണ്ടതുണ്ട്, വിദഗ്ധരെത്തേണ്ടതുണ്ട്. അതിന്റെ മയക്കുവെടിയുടെ ഡോസിന്റെ കാര്യങ്ങളൊക്കെ നിർണ്ണയിക്കേണ്ടതുണ്ട്. ആനയുടെ ആരോഗ്യസ്ഥിതിയൊക്കെ കണക്കിലെടുത്ത് വേണം അത്തരത്തിലൊരു മയക്കുവെടി വെക്കേണ്ട കാര്യത്തിലേക്ക് ഒക്കെ കടക്കാൻ. അതിനു മുൻപ് തന്നെ ആനയെ തളയ്ക്കാനാകുമെന്നുള്ള പ്രതീക്ഷയിലാണ്. കാരണം എലിഫന്റ് സ്ക്വാഡ് ഉണ്ട്, ക്യാപ്ചർ ബെൽറ്റ് ഉണ്ട്, തളയ്ക്കാനുള്ള ഒരു നീക്കമൊക്കെ നടത്തുന്നുണ്ട്. പാപ്പാന്മാർ അവരുടെ വഴിക്ക് മറ്റു വടമോ ചങ്ങലയോ ഒക്കെ ഉപയോഗിച്ച് തളയ്ക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. എന്തായാലും കൂടുതൽ അപകടങ്ങളിലേക്ക് പോകില്ല എന്നൊരു കണക്കുകൂട്ടലാണ് പാപ്പാൻ. എന്തായാലും എലിഫന്റ് സ്ക്വാഡ് ഉൾപ്പെടെ എത്തിയ സ്ഥിതിക്ക് ആനയെ എത്രയും പെട്ടെന്ന് തളയ്ക്കാനാകും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ മുന്നിലുള്ളത്. അനീഷ്, ഇപ്പോൾ തൃശ്ശൂർ നഗരത്തിൽ ആനയിടയുന്നത് ഒരു സ്ഥിരം സംഭവമായി മാറിയിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ തവണ കണ്ടതാണ്, ആനപ്പാപ്പാന്മാരുടെയൊക്കെ ജീവൻ നഷ്ടമായ ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും തൃശ്ശൂർ നഗരത്തിൽ തന്നെയാണ് ഇപ്പോഴും ഈ ആനയിടയുന്നത്. അന്ന് ആനയിടഞ്ഞ സമയത്ത് കാലാവസ്ഥ ചൂടൊരു വലിയ കാരണമായി ഉയർത്തി കാണിച്ചിരുന്നു. ഇപ്പോൾ ഈ ആന ഇടയാനുണ്ടായ സാഹചര്യം, പ്രത്യേകിച്ച് ആനയുടെ ശരീരത്തിൽ മുറിവുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു മുറിവുകളൊക്കെ കൊണ്ടാണോ ഇത്തരത്തിൽ ആന ഇടയാൻ കാരണം എന്ന് നമുക്ക് വിലയിരുത്താമോ? അത് ആ കാര്യത്തിൽ നമുക്കൊരു സ്ഥിരീകരണം ഒന്നും, മുറിവുകളാണ് ആന ഇടയാൻ കാരണമെന്നൊന്നും ഇപ്പോൾ പറയാമല്ല. അതൊക്കെ വിദഗ്ധരുടെ പരിശോധനയ്ക്കൊക്കെ ശേഷം മാത്രമേ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കാൻ പറ്റൂ. നമുക്കറിയാം തൃശ്ശൂര് നിരവധി ഉത്സവങ്ങളുള്ള സ്ഥലമാണ്, നിരവധി ക്ഷേത്ര ഉത്സവങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ്. ആനകൾ സ്ഥിരമായി പല ജില്ലകളിൽ നിന്നും വന്നു പോകുന്ന ഒരിടമാണ്. നമുക്കറിയാം കൂടൽമാണിക്യം ക്ഷേത്രം ഉത്സവത്തിനെത്തിച്ച് ആന ഇടയുന്ന ഒരു സാഹചര്യം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തൃശ്ശൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്. അതിനുശേഷമാണ് ഇപ്പോൾ തൃശ്ശൂർ നഗരത്തിൽ തന്നെ ആന ഇടയുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ എത്തിയത്. നിരവധി ആനകൾ തൃശ്ശൂരിൽ തന്നെ ഉണ്ട്. തൃശ്ശൂരിൽ ദേവസ്വങ്ങളുടെ വക സ്വന്തമായി നിരവധി ആനകളുണ്ട്. അതുകൂടാതെ വലിയ ഉത്സവം, തൃശ്ശൂർ പൂരം ഉൾപ്പെടെയുള്ള ഉത്സവങ്ങളൊക്കെ വരുമ്പോൾ മറ്റ് ജില്ലകളിൽ നിന്നും ആനകളെയൊക്കെ എത്തിക്കും. അത്തരത്തിൽ ആനകളുടെ സ്ഥിരം സാന്നിധ്യമുള്ള സ്ഥലമാണ് തൃശ്ശൂർ. സ്വാഭാവികമാണ് ആന ഇടയുക എന്ന് പറഞ്ഞാൽ അത്തരം ആനകൾ വന്നു പോകുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതുപോലെ തന്നെയാണ് ഇത്തരത്തിൽ ഈ ആനയെയും ഉത്സവത്തിനായി എത്തിച്ച ആനയാണെന്നാണ് പറയപ്പെടുന്നത്. ആ ആനയാണ് ഇത്തരത്തിൽ ഇടയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ആനയെ തളയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അനീഷ്, ഇപ്പോൾ നിലവിലുള്ള ആനയുടെ സ്ഥിതി എങ്ങനെയാണ്? ശാന്തത തുടരുകയാണോ അതോ ഇപ്പോഴും പ്രകോപനപരമായ രീതിയിൽ തന്നെ തുടരുകയാണോ? ആന അടിക്കടി ശാന്തമാകുന്നുണ്ട്, പക്ഷെ വീണ്ടും പ്രകോപിതനാകുന്നുണ്ട്. അതാണ് ഒരു ഏറ്റവും വലിയ പ്രശ്നം സൃഷ്ടിക്കുന്നത്. സാധാരണ ആന ഇടയുകയാണെങ്കിൽ ഒരു മാതിരി അക്രമങ്ങളൊക്കെ ശേഷം ആന സ്വാഭാവികമായും ശാന്തനാകുന്ന ഒരു പ്രതീതിയാകുന്നുള്ളൂ. പക്ഷെ ഈ ആന അങ്ങനെ അല്ല നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ആന ഇടയ്ക്ക് ശാന്തനാകുന്നു, വീണ്ടും ഓടുന്നു, വീണ്ടും ശാന്തനാകുന്നു, അല്പനേരം നിൽക്കുന്നു, വീണ്ടും ഓടുന്നു. അങ്ങനെയുള്ളൊരു സ്വഭാവമാണ് ആന കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആനയെ തളയ്ക്കും എന്നുള്ളൊരു ഉത്തമ വിശ്വാസത്തിലാണ് പാപ്പാന്മാരൊക്കെ ഉള്ളത്. അവരതിനു വേണ്ടി കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. ആനയെ പുറകിൽ നിന്നൊക്കെ എത്തി കാലിൽ വടമൊക്കെ ഉപയോഗിച്ച് കെട്ടി വരിഞ്ഞ് നിർത്താനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇതുവരെയും സാധ്യമായിട്ടില്ല. എന്തായാലും അവരുടെ ശ്രമം വിഫലമാകില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള ശ്രമത്തിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. മാത്രമല്ല എലിഫന്റ് സ്ക്വാഡുമുണ്ട്. നല്ല ഒരു പറ്റിയ ഒരു സ്ഥലത്ത് വെച്ച് കിട്ടിയാൽ ആനയെ ക്യാപ്ചർ ബെൽറ്റ് ഇട്ട് എലിഫന്റ് സ്ക്വാഡ് തളയ്ക്കാനുള്ള ശ്രമവും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ട്. എന്തായാലും ആന ഇപ്പോൾ ഒരു വഴിയിൽ ഇങ്ങനെ നിലയുറപ്പിച്ച് നിൽക്കുകയാണ്. എന്തായാലും ജനവാസ മേഖലയാണ്. ആ നിൽക്കുന്ന സ്ഥലത്തിന് തൊട്ടപ്പുറത്തുള്ള മതിൽ ആന തകർത്തിട്ടുണ്ട്. ആ തകർത്തിട്ടാണ് നിൽക്കുന്നത്. ഇരുചക്ര വാഹനങ്ങൾ തട്ടി വീഴ്ത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാറും ഓട്ടോറിക്ഷയും ഉൾപ്പെടെ ആന തകർക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ആന ഇപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇടവഴി നിൽക്കുകയാണ്. നിൽക്കുന്ന സമയത്ത് മറ്റ് പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. പക്ഷെ ആനയെ തളയ്ക്കാനായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. കാർത്തു, ശരി, വ്യക്തമാണ്. തൃശ്ശൂർ നഗരത്തിൽ വീണ്ടും ആന ഇടഞ്ഞിരിക്കുന്നു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ശിവൻലക്ഷ്മി അയ്യപ്പൻ എന്ന ആനയാണ് ഇടഞ്ഞിരിക്കുന്നത്. വീണ്ടും ആന ഇടഞ്ഞിരിക്കുന്നു. ജനവാസ മേഖലയിൽ വലിയ രീതിയിൽ പരിഭ്രാന്തി പരത്തുകയാണ് ആന. ഇപ്പോഴും ഇതുവരെയും ആനയെ തളയ്ക്കാൻ സാധിച്ചിട്ടില്ല. അധികൃതരൊക്കെ എത്തിയിട്ടുണ്ട്, എലിഫന്റ് സ്ക്വാഡും ഒക്കെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മയക്കുവെടി വെച്ച് ആനയെ തളയ്ക്കുമോ എന്ന കാര്യത്തിലൊക്കെ ഇനി അധികൃതരുടെ ഭാഗത്തുനിന്നും ഒരു നിർദ്ദേശമൊക്കെ ലഭിക്കേണ്ടതുണ്ട്. ടൗൺ ഹാളിന് മുന്നിലുള്ള കാറും ഓട്ടയും ഒക്കെ തകർത്തിരിക്കുകയാണ്. ഇതുവരെയും ആനയെ തളയ്ക്കാൻ സാധിച്ചിട്ടില്ല.
സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ ആനയുടെ ശരീരത്ത് മുറിവുകളൊക്കെ ഉണ്ട്. എന്തായാലും ആന ഇപ്പോഴും ഈ ഒരു ആളുകൾക്കിടയിൽ ഒരു ഭീതി പടർത്തി ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആന ഇതുവരെയും തളയ്ക്കാൻ സാധിച്ചിട്ടില്ല. അധികൃതരൊക്കെ എത്തിയതിനു ശേഷം മാത്രമേ, ഇപ്പോൾ എലിഫന്റ് സ്ക്വാഡൊക്കെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, കൂടുതൽ അധികൃതരൊക്കെ സ്ഥലത്ത് എത്തേണ്ടിയിരിക്കുന്നു. വീണ്ടും ഭീതി പടർത്തുകയാണ്. തൃശ്ശൂർ നഗരത്തിൽ ആന വീണ്ടും ഇടഞ്ഞിരിക്കുന്നു. ശിവൻലക്ഷ്മി അയ്യപ്പൻ എന്ന ആനയാണ് ഇടഞ്ഞിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് അനീഷ് ആന്റണിയാണ്.